പക്ഷെ ഇത് മലയാളമാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. നമുക്കിതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. അത്യുന്നതമായ നിൻ്റെ സിംഹാസനത്തിലിരുന്നുകൊണ്ട്, അർശിലിരുന്നുകൊണ്ട് കുർസി എന്ന് പറയുമ്പോൾ നമ്മുടെ സിംഹാസനത്തിൻ്റെ കാല് വെക്കുന്ന പോലത്തെ ഒരു ഭാഗമാണ്. അത് മെറ്റഫറാണത്. എല്ലാ പ്രപഞ്ചവും അതിലേറെ വളരെ ചെറുതാണെന്ന് പറയുന്നത്. ആ കുർസിയും അതിന് താഴെയുള്ള എല്ലാം നിയന്ത്രിക്കുന്നവനെ, പിന്നീട് 7 ആകാശങ്ങളെയും എല്ലാ ലോകങ്ങളെയും ഭരിക്കുന്നവനെ. അടുത്ത വരികളിലൂടെ 3 പ്രവാചകരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പടച്ചവൻ്റെ മഹത്വം പറയുന്നത്. ഒന്നാമത്തേത്, മനുഷ്യപിതാവ് ആദമിൻ്റെയും മാതാവ് ഹവ്വയും ഇബ്ലീസിൻ്റെ കണിയിൽപ്പെട്ടുകൊണ്ട് ആ കഴിക്കാൻ പാടില്ലാത്ത പഴം കഴിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാലും അവർക്ക് പടച്ചവൻ പുറത്തു കൊടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് മനുഷ്യനാണ് തെറ്റുകൾ പറ്റാം, ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അത് പടച്ചവൻ പുറത്തു തരുന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഈ ഒരു വരികളിലൂടെ പറയുന്നത്. അടുത്ത വരികളിൽ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിഅ്റാജ് രാവിലേക്ക് കൊണ്ടുപോയതിനെ പറ്റിയിട്ടാണ്. നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയിട്ട് ദിവ്യജ്ഞാനം പകർന്നു കൊടുത്തവനല്ലേ നീ. അടുത്ത വരിയിലൂടെ ഈസാ നബിയുടെ ജനനത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈസാ നബിയുടെ റൂഹിനെ മറിയം ബീവിയുടെ വയറ്റിലൂതി അതിസാധാരണമായ ജന്മം നടത്തി. കന്യാമറിയത്തിനെ എല്ലാവരും അധിക്ഷേപിച്ചപ്പോൾ ആ കൈക്കുഞ്ഞിനെ കൊണ്ട് തന്നെ സാക്ഷ്യം പറയിപ്പിച്ചവനെ. ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വലിയ സാക്ഷ്യപത്രങ്ങളാണ് ഈ ചരിത്രങ്ങളെല്ലാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതുപോലെയുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. നമുക്ക് അടുത്ത പാട്ടുമായി കാണാം. അതുവരെ ബൈ.